ഇപ്പോഴും എനിക്കത് ഇൻസ്റ്റാൾ ചെയ്യാൻ തോന്നുന്നില്ല. കാരണം ഞാൻ ഇടയ്ക്ക് വെച്ച് ചുമ്മാ ഒന്ന് തുറന്നു നോക്കിയപ്പോൾ നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്തപ്പോഴും ഇപ്പോഴുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല, ഒന്നും മാറിയിട്ടില്ല, എല്ലാം അതേപോലെ തന്നെ ഉണ്ട്. അത്യാവശ്യം നല്ല ലെവലിൽ ഐക്യു ഉള്ളവരാണല്ലോ ഡോക്ടേഴ്സ് ഈ ലെവലിലേക്ക് എത്തുക. ബേസിക് ഫൈനൽ ഇയർ MBBS ഒക്കെ പാസ്സാവണമെങ്കിൽ തന്നെ നമുക്ക് നല്ലോണം എഫേർട്ട് എടുക്കാൻ പറ്റും, നല്ല പാസ്സാവാൻ തന്നെ പറ്റുള്ളൂ. എനിക്കത് ഫീൽ ചെയ്തത് നമ്മൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും ഒരു സോഴ്സിനെ നമ്മൾ ട്രസ്റ്റ് ചെയ്ത് അതിലേക്ക് നമ്മുടെ ഫുൾ എഫേർട്ട് ഇടുക എന്നുള്ളതാണ്. ഒരു അഡ്വാൻറ്റേജ് അവിടെ ഉണ്ടായതെന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റി എക്സാംസിന് ഞാൻ ഫുള്ള് എൻട്രൻസിന്റെ മെറ്റീരിയലാണ് ഞാൻ പഠിച്ചത്. 115 എൻ്റെ റാങ്ക് തന്നെയാണോ എന്ന് ആദ്യത്തെ ഫീലിംഗ് വന്നത്. ഞാൻ ഫ്രണ്ടിനോട് കാണിച്ചു കൊടുത്തു. എനിക്ക് റാങ്ക് എന്താണോ അതൊന്നും എനിക്ക് വലിയ പ്രതീക്ഷ ഒന്നും ഉണ്ടായില്ല. പക്ഷേ ഓക്കെ, ഞാൻ പഠിച്ചത് വെച്ച് എനിക്ക് എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റിയെങ്കിൽ തോന്നി. ഹായ് ഓൾ, മെയ് IN സീറ്റിൽ ഓൾ ഇന്ത്യ റാങ്ക് 117 വാങ്ങിച്ചിരിക്കുന്ന ഡോക്ടർ അശ്വിൻ രാജാണ് നമ്മുടെ കൂടെയുള്ളത്. അശ്വിൻ രാജിൻ്റെ വേ ഓഫ് പ്രിപ്പറേഷൻ, എങ്ങനെയാണ് ആ റാങ്കിലേക്ക് എത്തിയെന്നുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഹായ്, എൻ്റെ പേര് അശ്വിൻ രാജ് എന്നാണ്. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ അവിടെ ഭാട്ടിയയിൽ ഫേസ് ടു ഫേസ് ബാച്ച് 1-ലാണ് പഠിച്ചത്. എനിക്ക് ഇപ്രാവശ്യത്തെ മെയ് IN സീറ്റിൽ എനിക്ക് റാങ്ക് ഓൾ ഇന്ത്യ റാങ്ക് 117 ആയിരുന്നു. സോ അശ്വിൻ രാജ്, എന്താണ് റിസൾട്ട് വന്ന ഡേയിൽ തോന്നിയിട്ടുണ്ടായിരുന്നത്? സാറേ, സത്യം പറഞ്ഞാൽ റിസൾട്ട് വന്ന ദിവസം ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല. ഞാൻ കോളേജിലൊരു ആവശ്യത്തിന് വേണ്ടി ഒരു ഫ്രണ്ടിൻ്റെ കല്യാണമൊക്കെ ഉണ്ടായിരുന്നു, അതിനുവേണ്ടി ഞാൻ പോവുകയായിരുന്നു. സത്യം പറഞ്ഞാൽ അത്ര റാങ്കൊന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഞാൻ ഒരു കഫേലിരിക്കുമ്പോഴാണ് എനിക്ക് റാങ്ക് വന്നത്. പിന്നെ ഫസ്റ്റ് ഫോൺ എടുത്ത് നോക്കി 115 എൻ്റെ റാങ്ക് തന്നെയാണോ എന്ന് ആദ്യത്തെ ഫീലിംഗ് വന്നത്. ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് കാണിച്ചു കൊടുത്തു. പിന്നെ രണ്ട് പ്രാവശ്യം ഞാൻ വേറെ PDF എടുത്ത് വെച്ചിട്ട് നോക്കി. പിന്നെയാണ് ഓക്കെ 117 ആണെന്ന് പറഞ്ഞ് പിന്നെ വീട്ടിൽ വിളിച്ച് പറഞ്ഞ് പിന്നെ തീരെ അപ്രതീക്ഷിതമായ റാങ്ക് ആയ കാരണം. എത്രയാണ് എക്സ്പെക്ട് ചെയ്തിരുന്നത്? ഞാൻ സത്യം പറഞ്ഞാൽ നീറ്റ് അറിയാൻ ഇപ്പോൾ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നീറ്റിലേക്കുള്ള പഠനം തുടങ്ങിയിട്ടുണ്ടായിരുന്നു? ഇല്ല, ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നവംബർ INI എനിക്ക് 14,000 ആയിരുന്നു റാങ്ക്. ഓക്കെ, ആ 14,000-ൽ നിന്ന് എനിക്കൊരു 1000 റേഞ്ചിൽ എനിക്ക് റാങ്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഓക്കെ, പിന്നെ അതിൽ ഞാൻ ഉദ്ദേശിച്ച സീറ്റ് കിട്ടിയില്ലെങ്കിലും എനിക്കത് നീറ്റ് PGക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഒരു നല്ല മോട്ടിവേഷൻ ആയിട്ടാണ് ഞാൻ കരുതിയിരുന്നത്. ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. പിന്നെ പ്രിപ്പറേഷൻ കുറച്ച് ഏർലി ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത കാരണം എനിക്കൊരു 2 റിവിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിരുന്നു. എന്നാണ് പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്? ഞാൻ പ്രിപ്പറേഷൻ ഇവിടെ വന്ന് ഭാട്ടിയ ഫേസ് ടു ഫേസ് ഫസ്റ്റ് ബാച്ചിന്റെ ആദ്യത്തെ ബാച്ചിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഫോറൻസിക് മെഡിസിൻ വെച്ച ജൂൺ 2025 സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, പിന്നെ ഇവിടെ അത് കാരണം ജാനുവരി മിഡിൽ തന്നെ എനിക്ക് ക്ലാസ് കഴിഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് രണ്ട് സോളിഡ് റിവിഷൻസ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, എങ്ങനെയാണ് കാലിക്കറ്റിൽ എത്തിയത് പ്രിപ്പറേഷന് വേണ്ടിയിട്ട്? സർ, കാലിക്കറ്റിൽ എത്തിയത് ഫസ്റ്റ് എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്ക് സൂചിപ്പിച്ചത്. ഞാൻ മദ്രാസ് മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ ഒരു ഫ്രണ്ട് വഴിയാണ് എനിക്കിത് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. പിന്നീട് ഞാൻ തന്നെ പോയി പല ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ പ്രീവിയസ് റാങ്ക്സ് ഒക്കെ കമ്പയർ ചെയ്ത് അതിലേറ്റവും കൂടുതൽ റാങ്ക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാലിക്കറ്റാണെന്ന് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ അവിടെ എത്തിപ്പെടുന്നത്. ഓക്കെ, അത് ആ സമയത്ത് നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഫേസ് ടു ഫേസ് ആയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ലൈവാണ്. അങ്ങനെ ഫേസ് ടു ഫേസ് എന്താണ് അതിൻ്റെ ഒരു ചൂസ് ചെയ്യാൻ തോന്നിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഭാവിയിൽ ആൾക്കാർ ചൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത്? സാർ, അത് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് നമ്മളെ തന്നെ നമ്മൾ തിരിച്ചറിയണം എന്നുള്ളതാണ്. ഇപ്പം എന്നെ സംബന്ധിച്ചോളം എനിക്ക് വീട്ടിലിരുന്ന് പഠിക്കാൻ പറ്റില്ല. അത് വീട്ടിൽ വേറെ ഡിസ്ട്രാക്ഷൻസ് ഉള്ളത് കൊണ്ടോ അതോ സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ടല്ല, ഞാൻ എൻ്റെ ഒരു കംഫർട്ട് സോണാണ്. ആ ഒരു സിറ്റുവേഷനിൽ എനിക്ക് വീട്ടിലിരുന്ന് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ അതെനിക്ക് തന്നെ അറിയാം. അതൊക്കെ കാരണമാണ് ഞാൻ ഫേസ് ടു ഫേസ് ജോയിൻ ചെയ്യാൻ കാരണം. ഓക്കെ, എവിടെ ഇരുന്ന പ്രിപ്പയർ ചെയ്തതിന്? ഹോസ്റ്റലാണ്? ഫ്രണ്ട്സ് കൂടെ ഉണ്ടായിരുന്നോ? കമ്പാനിയൻസ് ഉണ്ടായിരുന്നോ? അലോൺ തന്നെ ആയിരുന്നോ? ഞാൻ എപ്പോഴും കൺസിഡർ ചെയ്യുന്നത് വെച്ചാൽ അധികം ആൾക്കാർ പാടില്ല എന്നുള്ളത്. എൻ്റെ ഫ്രണ്ട്സൊക്കെ പലരും വേറെ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു. പല ഫ്രണ്ട്സും അങ്ങോട്ട് പോയപ്പോഴും ഞാൻ വിചാരിച്ചത് ഫ്രണ്ട്സ് എന്നുള്ള ആ സോണിൽ നിന്ന് ഇപ്പോൾ ഇന്റേൺഷിപ്പ് സമയത്തൊക്കെ എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ നമ്മൾ വിട്ടു നിന്ന് പ്രിപ്പയർ ചെയ്യണം എന്ന് തന്നെയാണ് എനിക്ക് ആഗ്രഹം. കാരണം ആ ഫ്രണ്ട്ഷിപ്പ് അവിടെ തന്നെ വെച്ചിട്ട് പിന്നെ നമ്മുടെ പ്രിപ്പറേഷൻ സമയത്ത് നമുക്ക് അതൊരു ഇൻഡിഫറൻസ് ആയിട്ട് വരരുത്. ഓക്കെ, നമുക്ക് പിന്നീട് അവരൊരു സിനിമയ്ക്ക് വിളിച്ചാൽ പോവാതിരിക്കുക, പിന്നെ അവർക്ക് അതിന്റെ പ്രശ്നങ്ങൾ വരും. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടും തന്നെയാണ് ഞാൻ. എവിടെയായിരുന്നു ഹോസ്റ്റലൊക്കെ? എവിടെ ഉണ്ടായിരുന്നു ഹോസ്റ്റലൊക്കെ? ഞാൻ നമ്മുടെ കുറ്റിക്കാട്ടൂർ സെന്ററിന്റെ അടുത്ത് തന്നെ സെൽഫായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സെൽഫായിട്ടല്ല, ഭാട്ടിയായിട്ട് അറേഞ്ച് ചെയ്ത് ഹയാത്ത് ഹോസ്റ്റലിലായിരുന്നു. ഓക്കെ, ഹയാത്ത് ഹോസ്റ്റലുണ്ടായിരുന്നു. പിന്നെ ഈ സ്റ്റഡിങ് എങ്ങനെ റൂമിൽ തന്നെ പഠിക്കുകയായിരുന്നു അല്ലെങ്കിൽ റെഡി സെന്ററിൽ വന്നിട്ടുണ്ടായിരുന്നു? ഞാൻ ആദ്യം ട്രൈ ചെയ്തിരുന്നു ഹോസ്റ്റൽ റൂമിൽ തന്നെ ഇരുന്ന് പഠിക്കാനായിട്ട്. അതൊരു ഇനീഷ്യൽ 2-3 മന്ത്സിന് എനിക്ക് നല്ല എഫക്റ്റീവ് ആയിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് നവംബർ INICT വന്നതോടുകൂടി എനിക്ക് മനസ്സിലായി അത് അത്ര എഫക്റ്റീവായിട്ട് പോകുന്നില്ല. അത് മാത്രമല്ല നവംബർ ഇന്റൻസിറ്റിയിൽ പോകണമെന്നുണ്ട്. പിന്നെ എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഫീലിംഗ് എന്താ വെച്ചാൽ എനിക്ക് മറ്റുള്ളവർ പഠിക്കുന്ന കാണുമ്പോൾ എനിക്ക് കുറച്ചുകൂടി മോട്ടിവേറ്റഡ് ആവുക ചെയ്യാം. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയ റീഡിംഗ് റൂം വേണ്ടി വരും. ടെൻഷൻ ആവുന്ന ആളുകളുണ്ട് കേട്ടോ, മറ്റൊന്നവർ പക്ഷേ അല്ല, എൻ്റെ ഒരു സിറ്റുവേഷൻ അങ്ങനെയല്ല. ഞാൻ മറ്റുള്ള ആൾക്കാരെ പഠിക്കുന്നതാണപ്പോൾ നമുക്ക് ഇത്രയും പേര് ഇവരുടെയൊക്കെ കൂടെയാണ് ഞാൻ കോമ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും എഫേർട്ട് നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് ഇടണം.
എന്ന് ഫീൽ ചെയ്യുന്ന ആളാണ്. മദ്രാസ് മെഡിക്കൽ കോളേജ് ഏത് ഇയർ ബാച്ച് ആയിരുന്നു? ഞാൻ 2019 ബാച്ച്. 19 ബാച്ചാണ്. അപ്പോൾ ജസ്റ്റ് ഇന്റേൺഷിപ്പ് കഴിഞ്ഞ ഉടനെ തന്നെയാണ്. ഇന്റേൺഷിപ്പിന്റെ സമയത്ത് എക്സാം പ്രിപ്പറേഷൻസോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ? ഐ മീൻ ഇന്റേൺഷിപ്പിന്റെ മാത്രം പറയണ്ട, ഫസ്റ്റ് ഇയർ MBBS അല്ല, തൊട്ട് മുതൽ +2 കഴിഞ്ഞത് മുതലുള്ള ഒരു കാര്യം പറയുകയാണെങ്കിൽ എങ്ങനെയാണ് മദ്രാസ് മെഡിക്കൽ കോളേജ് വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, ഓൾ ഇന്ത്യ റാങ്ക്, നല്ല റാങ്ക് ഉണ്ടായിരുന്നു അന്ന്? എങ്ങനെ? അതെ, ഫസ്റ്റ് +2 പഠിക്കുമ്പോൾ എനിക്ക് ഒരു 10,000 ആ റേഞ്ചിലാണ് ഓൾ ഇന്ത്യ റാങ്ക്. എനിക്ക് ജസ്റ്റിന് കിട്ടാതെ പോയത്. പിന്നെ ആ ഒരു വാശിയിൽ ഞാൻ പോയി റിപ്പീറ്റ് ചെയ്ത് എനിക്ക് ഒരു 3 ഡിജിറ്റ് ഓൾ ഇന്ത്യ റാങ്ക് കിട്ടിയിരുന്നു. കേരളത്തിൽ ഏത് കോളേജ് കിട്ടുമായിരുന്നു. പക്ഷെ ആ സിറ്റുവേഷനിൽ പിന്നെ കുറെ ഡോക്ടേഴ്സായിട്ട് അന്വേഷിച്ചും മനസ്സിലായത് ഓക്കെ, മദ്രാസ് മെഡിക്കൽ കോളേജ് വെരി ഗുഡ് ഓപ്ഷൻ. പിന്നെ എൻ്റെ കൂടെ ബാച്ച്മേറ്റ് തന്നെ അവിടെ പഠിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, 2018 ബാച്ചിൽ. അപ്പോൾ ആ വഴിയാണ് ഞാൻ മദ്രാസ് മെഡിക്കൽ കോളേജിൽ എത്തുന്നത്. അന്നത്തെ +2 മേറ്റ് പണ്ട്. അതെ, +2 മേറ്റ്. അത് കഴിഞ്ഞ് റിപ്പീറ്റ് കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ കോളേജിൽ ചേർന്ന് കഴിഞ്ഞാൽ ഉടനെ ഞാൻ അക്കാഡമിക്സിനൊക്കെ എല്ലാ ടച്ചും വിട്ടു. ഞാൻ പിന്നെ സ്പോർട്സിലാണ് ഭയങ്കര ഫോക്കസ് ചെയ്തത്. സ്പോർട്സ് ഞാൻ വോളിബോളൊക്കെ കളിക്കും. കോളേജിൽ പോകുമ്പോൾ എപ്പോഴും സീനിയേഴ്സ് പറയാറുണ്ട്, നിങ്ങൾ അക്കാഡമിക്സ് മാത്രമായിട്ട് നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. അങ്ങനെ ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ ആയിട്ട് പോയതാണ്. ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ചോദിക്കുന്നത്, എത്രത്തോളം മാർക്ക് വാങ്ങിച്ചിട്ടുണ്ട് ഫൈനൽ MBBS? ഫൈനൽ ഇയർ MBBS ആയിരുന്നു ഏറ്റവും കൂടുതൽ ടഫ്. എനിക്ക് 65 or 66 അത്ര % മാർക്കേ ഉള്ളൂ. ബാച്ചിലെ ടോപ്പ് 10 ഇല്ല. അപ്പോൾ ബാച്ചിലില്ല, ടോപ്പ് 10 കണ്ട് ടോപ്പ് 15 പോലും ഇല്ലാത്ത ആളാണ്. ഓക്കെ. അപ്പോൾ അക്കാഡമിക്സ് ഞാൻ തീരെ അവിടെ അവോയ്ഡ് ചെയ്തായിരുന്നു. അവോയ്ഡ് എന്നല്ല, ജസ്റ്റ് പാസ്സാവാൻ വേണ്ടി മാത്രം പഠിക്കുന്ന ഒരു ടൈപ്പായിരുന്നു. പക്ഷെ ഞാൻ നമ്മൾ ഇടയ്ക്ക് വെച്ച് നെക്സ്റ്റ് വരും അങ്ങനെ ഒരു ടോക്ക് വന്നിരുന്നല്ലോ. ഞങ്ങളൊക്കെ 3rd ഇയറിലായിരുന്നു. അപ്പോൾ ആ സമയത്താണ് പെട്ടെന്ന് ആവേശത്തിൽ MCQ അല്ല, ചെറിയൊരു സബ്സ്ക്രിപ്ഷൻ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് മാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തു. പക്ഷെ അത് പിന്നീട് അത് ഇല്ലാതെ വേണ്ടെന്ന് വെക്കും. പിന്നെ ഞാൻ ഒരു അഡ്വാൻറ്റേജ് അവിടെ ഉണ്ടായതെന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റി എക്സാംസിന് ഞാൻ ഫുള്ള് എൻട്രൻസിൻ്റെ മെറ്റീരിയലാണ് ഞാൻ പഠിച്ചത്. MCQ ആയിട്ട് ഞാൻ ഒന്നും സോൾവ് ചെയ്തിട്ടില്ല. പക്ഷെ അവരുടെ വേ ഓഫ് ടീച്ചിങ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട കാരണം ഞാൻ ആ മെറ്റീരിയലാണ് ഫോളോ ചെയ്തത്. അത് ഫൈനൽ ഇയറിലും മെഡിസിൻ ഒഴികെ ബാക്കിയുള്ള സബ്ജക്ട്സും ഞാൻ അങ്ങനെയായിരുന്നു. പക്ഷേ ഇന്റേൺഷിപ്പിൽ ഞാൻ ആ സബ്സ്ക്രിപ്ഷൻ വീണ്ടും എടുത്തു എന്നല്ലാതെ എനിക്ക് തീരെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. ഭയങ്കര ഹെക്ടിക് ആയിരുന്നു. പിന്നെ ആ ടൈമിൽ എനിക്ക് തോന്നി, ആ ടൈമിൽ ഇന്റേൺഷിപ്പ് നമ്മുടെ പേഴ്സണൽ റിലേഷൻഷിപ്പ്, ഫ്രണ്ട്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്സ് അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യലായിരിക്കും, കുറച്ച് ബിൽഡ് ചെയ്യലായിരിക്കും. ഞാൻ അത്ര സോഷ്യൽ ആയിട്ടുള്ള ആളല്ല. അപ്പോൾ ആ സമയത്ത് എനിക്ക് അതായിരുന്നു തോന്നിയത്. അത് നന്നായിട്ട് കമ്പനിയായി എൻജോയ് ചെയ്ത് ആ ഒരു വർഷം ഫുള്ള് റിപ്പീറ്റ് ചെയ്യാൻ ഓൾറെഡി തീരുമാനിച്ചിരുന്നു. എന്നിട്ട് എന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തു? നീ റിപ്പീറ്റിംഗ് ജേണി പറയുകയാണെങ്കിൽ എന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തു? തുടക്കത്തിലെ വർക്ക് എങ്ങനെയായിരുന്നു? ഒരു മിഡ് ഓഫ് ദ ഇയർ, ഒരു നവംബർ ഡിസംബർ അറൗണ്ട് എങ്ങനെയായിരുന്നു? ആൻഡ് ടുവേഴ്സ് ദ എക്സാം എങ്ങനെയായിരുന്നു? ഫസ്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ നീറ്റ് PG എക്സ്റ്റെൻഡ് ചെയ്തു. ഞങ്ങൾക്ക് ജൂണിൽ ഇറക്കുന്ന വേണ്ടി ഓഗസ്റ്റിലേക്ക് മാറ്റി. അന്നത്തെ കഴിഞ്ഞ വർഷത്തെ. പിന്നെ ഞാൻ ജൂണിൽ തന്നെ ഇവിടെ ഓൾറെഡി എല്ലാം സെറ്റപ്പ് ആക്കി ഞാൻ ഇങ്ങോട്ട് വന്നു, സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് 2-3 സബ്ജക്ട്സ് ഒക്കെ എനിക്ക് ടൈം ഇഷ്ടംപോലെ ഉണ്ട്. അത് ഇടയിൽ സബ്ജക്ട്സിൻ്റെ ഇടയിൽ ഇഷ്ടംപോലെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫുൾ ടോപ്പിക്ക് 2-3 പ്രാവശ്യം റിവൈസ് ചെയ്തു. അപ്പോൾ തന്നെ അതിന് ഫുൾ ക്വസ്റ്റ്യൻ ബാങ്ക് മാരോ ക്വസ്റ്റ്യൻ ബാങ്ക് ഫുള്ള് ചെയ്തു. 3 സബ്ജക്ട്സ് മാത്രം കേട്ടോ, ബാക്കിയൊന്നും ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞാൽ അന്നൊക്കെ അത് കുറച്ചുള്ളത് പോലത്തെ ഫീലിംഗ് ആയിരുന്നു? അങ്ങനെ അന്ന് കുറച്ചുള്ളത് പോലെയല്ല, അങ്ങനെ പറയാം. അത് കാരണം ഷോർട്ട് സബ്ജക്ട്സ് ആയിരുന്നു ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ FM ഫിസിയോളജി സൈക്കാട്രിക് ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എനിക്ക് വലിയ കുഴപ്പമായിട്ട് തോന്നിയില്ല. ഞാൻ കംപ്ലീറ്റ് ചെയ്തു, ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യുമായിരുന്നു. പിന്നീട് നവംബർ INSCTയുടെ മുമ്പ് തന്നെ ഏകദേശം ഹാഫ് സബ്ജക്ട്സ് ആണ് ഞങ്ങൾക്ക് കഴിഞ്ഞിരുന്നത്. ടോട്ടൽ 19 ഒരു 8-9 സബ്ജക്ട്സ് കഴിഞ്ഞിരുന്നു. അല്ലെ, നമ്മൾ വേറൊരു സ്ഥലത്തോട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന്റെ പല ഇഷ്യൂസും വന്നു. അത് കാരണം എനിക്ക് പഠിത്തം അത്ര ഹൈ ലെവലോട്ട് പോകാൻ പറ്റിയില്ല. എന്നാലും 14,000 എന്ന് പറഞ്ഞാൽ ഓക്കെ. ഞാൻ ഫസ്റ്റ് നീറ്റ് PGന്റെ റാങ്ക് എനിക്ക് 44,000 ആയിരുന്നു. പിന്നെ 14,000. അപ്പോൾ കഴിഞ്ഞ ഓഗസ്റ്റിൽ എഴുതിയ നീറ്റ് PGയിൽ 41,000. അത് കഴിഞ്ഞ് നവംബറിൽ എത്തുമ്പോൾ അതിന്റെ റിസൾട്ട് വന്ന സമയത്ത് 14,000. പിന്നെ അടുത്ത എഴുതിയ എക്സാം ആണത്. ഓക്കെ. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ മിഡ് ഇയറിൽ എത്തുന്ന കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. നവംബറിൽ എത്തുമ്പോൾ പഠനം എങ്ങനെ പോയിട്ടുണ്ടായിരുന്നു? എത്രത്തോളം ഡെയിലി എത്ര അവേഴ്സ് ഇരിക്കുന്നു? എത്ര ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യായിരുന്നു? എത്ര GTs ചെയ്യായിരുന്നു? ഈ കാര്യങ്ങളൊക്കെ മാസത്തിൽ ഒരു GT ഒക്കെ ആ നവംബർ ആ ടൈമിലൊക്കെ ചെയ്തിരുന്നു. കാരണം എന്റെ പ്രിപ്പറേഷൻസ് എനിക്ക് ഫീൽ ചെയ്തു ഞാൻ അത്ര ലെവലിൽ എത്തിയിട്ടില്ല എന്ന് എനിക്ക് ഫീൽ ചെയ്ത കാരണം. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാംസ് ഒക്കെ എഴുതി നോക്കിയിരുന്നു? കമ്പ്യൂട്ടർ ബേസ്ഡ് ഞാൻ 1-2 എക്സാംസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ പിന്നെ എൻ്റെ ഒരു സ്ട്രെങ്ത് ആയിട്ട് ഞാൻ കാണുന്നത് എപ്പോഴും എനിക്ക് ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യാനായിട്ട് അത്ര ടൈം വേണ്ട. ഞാൻ ഇനീഷ്യൽ ഫേസിൽ പോലും ഞാൻ കസ്റ്റം മോഡ്യൂൾ എഴുതുകയാണെങ്കിൽ 42 ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു 27 to 29 മിനിറ്റ്സിനുള്ളിൽ ഞാൻ തീർക്കുമായിരുന്നു. ക്വസ്റ്റ്യൻസ് ഞാൻ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് അനലൈസ്. അത് എൻ്റെ ഒരു സ്ട്രെങ്ത് ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. അക്യുറസി ലെവൽ നമ്മൾ പഠിച്ചു വരുന്നതോറും
പിന്നെ ഇൻക്രീസ് ചെയ്ത് ആക്യുറസി ലെവലിന് വേണ്ടി നമ്മളിങ്ങനെ സ്ലോ ഡൗൺ ചെയ്തിരിക്കേണ്ട എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം അല്ലേ? അതെ, അത് ഇനീഷ്യൽ ഫേസിൽ നമുക്ക് അങ്ങനെയാണ്. ഏറ്റവും അവസാനം എനിക്ക് ഒരു 70% to 72% ആണ് എനിക്ക് അക്യൂറസി ആവറേജ് ആയിട്ട് വന്നുകൊണ്ടിരുന്നത്. അവസാനം ഒരു മാസത്തിലാണ് ഞാൻ അത് കൂട്ടാൻ നോക്കിയത്. ഒരു 50 ക്വസ്റ്റ്യൻ INAയുടെ ഒരു മാസം മുമ്പ് മുതൽ ഞാൻ 50 ക്വസ്റ്റ്യൻസിന്റെ കസ്റ്റമറിലാണ് ഞാൻ കറക്റ്റായിട്ട് ഇട്ടുകൊണ്ടിരുന്നത്. അതിൽ ഞാൻ കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് അക്യൂറസി കൂട്ടാൻ ശ്രമിച്ചത്. അപ്പോൾ ഒരു മാക്സിമം പീക്കിൽ എനിക്ക് ഒരു 85% ഒരു അക്യൂറസി വന്നിട്ടുണ്ട്. അല്ലാത്തൊരു ആവറേജ് ഒരു 10% എനിക്ക് ആവറേജ് ആയിട്ട് അക്യൂറസി കൂട്ടാൻ പറ്റി. ഓക്കെ അവസാനം അതായത് നല്ല ഫേസിലെത്തി നല്ല സ്പീഡൊക്കെ ബിൽഡ് ചെയ്തതിന് ശേഷം അക്യുറസി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി സ്പെസിഫിക്കലി കുറച്ച് ഡീപ്പ് റീഡിങ്ങിലേക്കും കുറച്ച് സ്കെയറിങ്ങിലേക്കും പോയിട്ടുണ്ടെന്നുള്ളതാണ്. അതെ, ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടെ ടൈം എടുത്ത് വായിക്കുക, അങ്ങനത്തെ അത് ശ്രദ്ധിക്കേണ്ട വെച്ച കാര്യം. അത് ഇനീഷ്യലി ചെയ്യേണ്ടല്ല, ടുവേർഡ്സ് എൻഡിലേക്ക് നമ്മൾ ഒരു ആ സമയത്ത് എത്തുമ്പോഴേക്കും ഏകദേശം എത്ര GT സ്കോർ എത്തിയിട്ടുണ്ടായിരുന്നു? ലാസ്റ്റ് എനിക്ക് 140 അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു 130 to 140 ആ റേഞ്ചിൽ INA GT മാത്രം ഒരു 1 മന്തിൽ ഒരു 3 GT ഞാൻ കൊടുത്തിരുന്നു. ലാസ്റ്റ് മറ്റേ GT ജനറൽ GTയിൽ ഏകദേശം സേഫ് സ്കോർ 120 to 130 കുറച്ച് കാലം ഇരുന്നു. അത് കഴിഞ്ഞാൽ 130 to 140 3 GTയിൽ. അധികം GTs ഒന്നും കൊടുത്തില്ല. അത് കഴിഞ്ഞാൽ നീറ്റ് പ്രിപ്പറേഷനിൽ കുറച്ച് അഗൈൻ വീക്ക്ലി GTസിലോട്ട് പോകാന്നുള്ള പ്ലാനിലായിരുന്നു. ആ സമയത്താണ് റിസൾട്ട് കിട്ടിയത്. ഓക്കെ, ഈ ഡെയിലി കവർ ചെയ്യുന്ന കണ്ടന്റ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ പറയുകയാണെങ്കിൽ ടുവേർഡ്സ് എൻഡിലേക്ക് നിയാസ്ക്ക് പറയാൻ പോലെ തന്നെ 200+ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് എപ്പോഴും കോൺസെപ്റ്റ് കുറച്ചുകൂടെ ബിൽഡ് ചെയ്യുക, കുറച്ചുകൂടെ സ്റ്റഡി ചെയ്യുക എന്നാണ് എൻ്റെ ഒരു ട്രൈ ചെയ്തിട്ടുണ്ട്. 200 ട്രൈ ഇന്ന് ടാർഗറ്റ് 200 ആണെങ്കിൽ ഒരു 160 to 200 എത്തും. നമ്മൾ ടാർഗറ്റ് എപ്പോഴും കുറച്ച് ഹൈ ആയിട്ട് ഫിക്സ് ചെയ്യാനുള്ളത്. ഓക്കെ, എത്ര ഹവേഴ്സ് ഇരിക്കും? ഹവേഴ്സ് പീക്കിൽ ഞാൻ ഇരുന്നിട്ടുണ്ട്, 12 hours ഒക്കെ ഇരുന്നിട്ടുണ്ട്. പക്ഷേ എക്സാമിന് ഒരു മാസം മുമ്പ് നമുക്ക് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് കുറേ നാളെ ഒരു മടുപ്പൊക്കെ തോന്നി തുടങ്ങി. ഒരു 8 hours 9 hours പിന്നെ ഇടയ്ക്ക് 10 hours 11 hours ഒക്കെ പോയിട്ടുണ്ട്. അതിൽ സെയിം ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം അതേപോലെ വേരി ആയിട്ടുണ്ട്. ഡെയിലി ഒരു എത്രത്തോളം സബ്ജക്റ്റ് കവർ ചെയ്യും? ഒരു സിംഗിൾ സബ്ജക്റ്റ് ആണോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സബ്ജക്റ്റ് കീപ്പ് ചെയ്യുമോ? അതന്നെ എത്രത്തോളം വോളിയം ഒരു ദിവസം കവർ ചെയ്യായിരുന്നു? ടുവേർഡ്സ് എൻഡ് അല്ല പറയുന്നത്, ഒരു ജാനുവരി ഫെബ്രുവരി അല്ല ഒരു മാർച്ച് സമയത്ത് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഇനീഷ്യലി ഞാൻ തുടങ്ങിയ സമയത്ത് ഒരു സബ്ജക്റ്റ് ഒരു ദിവസം മുഴുവൻ വായിച്ചിരുന്നു. പക്ഷെ അത് എനിക്ക് പിന്നീട് മനസ്സിലായത് എന്താ വെച്ചാൽ ഒരു 2 ദിവസം നന്നായിട്ട് പഠിക്കാൻ പറ്റും. 3ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു എനർജി അങ്ങ് പോയി കിട്ടുന്നു. പിന്നെയാണ് ഞാൻ 2 സബ്ജക്റ്റ് ആക്കിയത് 3 സബ്ജക്റ്റ് ആക്കി. ചില ദിവസം 4 സബ്ജക്റ്റ് പോയിട്ടുണ്ട് ഒരു ദിവസത്തിൽ തന്നെ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ സബ്ജക്ട്സ് ആകുമ്പോൾ കുറെ കൂടി ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻസ് ബോർ അടിക്കില്ല, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരില്ല. അപ്പൊ അങ്ങനെയൊക്കെ മോണോട്ടോണസ് ആയിട്ട് ഒരു ടോപ്പിക്കിൽ മാത്രം ഇരിക്കുന്ന ഒരു ഇഷ്യൂ പോയി കിട്ടും എന്നുള്ളതാണല്ലേ? പോയി കിട്ടും. ചിലപ്പോൾ നമുക്ക് ഒരു ദിവസം മെഡിസിൻ പഠിച്ചാൽ ശരിയാവില്ല, പക്ഷെ അന്നത്തെ ദിവസം ചിലപ്പോൾ ഡെർമറ്റോളജിയോ അല്ലെങ്കിൽ അനാട്ടമിയോ അതൊക്കെ ചിലപ്പോൾ നമുക്ക് ക്ലിക്ക് ആകുന്ന ദിവസമായിരിക്കും. അപ്പോൾ ഇന്ത്യൻ നമ്മൾ രാത്രി കിടന്നുറങ്ങുമ്പോൾ ശരി ഇന്ന് ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ മര്യാദക്ക് കിട്ടിയല്ലോ ഒരു സാറ്റിസ്ഫാക്ഷൻ വരാറുണ്ട്. ഇന്റലിജൻസിന് നമ്മൾ നീറ്റ് PGയിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്? നീറ്റ് PGയിൽ ക്രാക്ക് ചെയ്യുന്നത് അത് IQ ലെവൽ, അതിപ്പോ ബേസിക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് IQs ഉണ്ടല്ലേ? ഈ എക്സാം എഴുതുന്നത് തന്നെ എല്ലാവരും ഡോക്ടേഴ്സ് ആണ്. ഇപ്പൊ ഒരു ബേസിക് മിനിമം എന്നല്ല, അത്യാവശ്യം നല്ല ലെവലിൽ IQ ഉള്ളവരാണല്ലോ ഡോക്ടേഴ്സ് ഈ ലെവലിലേക്ക് എത്തുക. ബേസിക് ഫൈനൽ ഇയർ MBBS ഒക്കെ പാസ് ആവണമെങ്കിൽ തന്നെ നമുക്ക് നല്ലോണം എഫേർട്ട് എടുക്കാൻ പറ്റണം, നല്ല പാസ്സാവാൻ തന്നെ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അതൊക്കെ ചെയ്യുന്ന ഈ നീറ്റ് PG അല്ലെങ്കിൽ INA ആർക്ക് വേണമെങ്കിൽ പറ്റുമെന്നാണ്. INAയുടെ കേസിൽ കുറച്ചുകൂടെ ഒരു ലക്ക് ഫാക്ടർ വരുന്നുണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അശ്വിന്, ഈ ഒരു വർഷത്തെ പ്രിപ്പറേഷനിൽ ഇപ്പം നെക്സ്റ്റ് ഇപ്പം 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ജൂനിയേഴ്സോ അല്ലെങ്കിൽ ബാച്ച്മേറ്റ്സ് ആയിട്ടുള്ള ആളുകൾ തന്നെ ഒരു എക്സാമിന് പോകാനുണ്ട്. അപ്പോൾ അവർക്കൊരു കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടാൻ വൺ ഓഫ് ദ ഗുഡ് തിങ് യു ഹാവ് ഡൺ ഈ ഒരു റാങ്കിലേക്ക് എത്താൻ വേണ്ടി ഈ ഒരു ഇത്രയും കാലത്തെ പ്രിപ്പറേഷനിൽ നിങ്ങൾ ചെയ്ത വൺ ഓഫ് ദ ഗുഡ് തിങ് എന്ന് പറയുന്ന ഒരു കാര്യം പറയുകയാണെങ്കിൽ? എനിക്കത് ഫീൽ ചെയ്തത് നമ്മൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനും ഒരു സോഴ്സിനെ നമ്മൾ ട്രസ്റ്റ് ചെയ്ത് അതിലേക്ക് നമ്മുടെ ഫുൾ എഫേർട്ട് ഇടുക എന്നുള്ളതാണ്. ഇപ്പോൾ ബാട്ടി ആണെങ്കിലും അവിടുത്തെ ഫാക്കൽറ്റീസും നമ്മുടെ മെൻറ്റേഴ്സൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഓൾറെഡി വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവർ പറയുന്ന കാര്യത്തിൽ നമ്മൾ ട്രസ്റ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങളായാലും നിങ്ങളൊരു ടൈം ടേബിൾ എനിക്ക് തന്നിരുന്നു. ആ ടൈം ടേബിൾ നിങ്ങളൊരു ഓപ്ഷൻ തന്നിരുന്നു, നിങ്ങൾക്ക് എയ്തർ യു ക്യാൻ ഫോളോ ഓർ യു ക്യാൻ സെറ്റ് യുവർ ഓൺ ടൈം ടേബിൾ. ഞാനത് ഫോളോ ചെയ്യാനാണ് തീരുമാനിച്ചത്. പലപ്പോഴും എനിക്ക് പറ്റിയിരുന്നില്ല, ഒരു 70-20% ഒക്കെ ആണെങ്കിൽ തീർക്കാൻ പറ്റിയിരുന്നത്. പക്ഷെ എന്നാലും ഞാൻ ആ ടൈം ടേബിൾ തന്നെ ഫോളോ ചെയ്തു. ഒരു സബ്ജക്ട് പോകണേ പൊക്കോട്ടെ, കുഴപ്പമില്ല. അത് ഫോളോ ചെയ്യാൻ എടുക്കുന്ന ആ എഫേർട്ട് കാരണം നമുക്കൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുന്ന അങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. അങ്ങനെ തന്നെ കിട്ടി. പിന്നീട് ഓരോ ടൈം ബൗണ്ടായിട്ട് അവർ തരുന്ന അഡ്വൈസ്, ഇപ്പോൾ INAയുടെ ഒരു 3 weeks അല്ലെ 1 month മുൻപേ നിങ്ങൾ DVMC രാജത് സാറും ആദിത്യ സാറും കൊണ്ട് ഒരു മീറ്റിംഗ് വെച്ചിരുന്നു ഓൺലൈനിൽ. അപ്പോൾ അവിടെ പറഞ്ഞിരുന്നത് ഫസ്റ്റ് ഇയർ ആൻഡ് സെക്കൻഡ് ഇയർ സബ്ജക്ട്സ് ഫോക്കസ് ചെയ്യാന്നുള്ളത്. INAയിൽ അതാണ് കൂടുതൽ വരിക. അപ്പോൾ ഞാനൊന്നുമില്ല, എനിക്ക് ആ സമയത്ത് വളരെ പഠിച്ച് മടുത്തിരിക്കുന്ന സമയമായിരുന്നു.
അപ്പോൾ ഞാൻ വേറെ ഒന്നും നോക്കിയില്ല. ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ബയോകെമിസ്ട്രി, പെത്തോളജി, അങ്ങനത്തെ കുറച്ച് വോളറ്റൈൽ ആയിട്ടുള്ള സബ്ജക്ട്സ്, അതുപോലെ ഹൈ ഈൽഡ് ആയിട്ടുള്ള സബ്ജക്ട്സ് ഒക്കെ കറക്റ്റായിട്ട് അത് മാത്രം നല്ല ഫോക്കസ് ആയിട്ട് പഠിച്ചു. മെമ്മറി ബേസ്ഡ് ആയിട്ടുള്ള സബ്ജക്ട്സ്. പിന്നെ ഞാൻ മെഡിസിനൊക്കെ സത്യം പറഞ്ഞാൽ വളരെ കുറച്ചേ പഠിച്ചിട്ടുള്ളൂ. ഒരു രണ്ട് റിവിഷൻ എൻ്റെ കഴിഞ്ഞിട്ടുള്ളൂ മെഡിസിൻ. ബാക്കിയുള്ള സബ്ജക്ട്സും നോക്കുകയാണെങ്കിൽ 3 to 4 റിവിഷൻസ് മിനിമം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അഡ്വൈസ് ശരിക്കും വർക്ക് ചെയ്തു. ഞാൻ അത് സ്പെസിഫിക് എടുത്തു പറയാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്, എൻ്റെ റെഗുലറായിട്ട് കോൺടാക്ട് ചെയ്യുന്ന ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. അവന് ഞാൻ ഈ സെയിം അഡ്വൈസ് കൊടുത്തു. അവന് ഏകദേശം എൻ്റെ സെയിം റാങ്ക് തന്നെ കിട്ടിയത്. അപ്പോൾ ആ കാര്യം ചെയ്യുന്നതിൽ നല്ല എഫേർട്ട് ഉണ്ട്, അല്ല എഫക്റ്റ് ഉണ്ട് എന്നുള്ള കാര്യം നന്നായിട്ട് മനസ്സിലായി. അവസാനം റിസൾട്ട് കിട്ടിയപ്പോഴാണ് മനസ്സിലായത്. ഓക്കെ, ബേസിക്കലി വേറെ കണ്ടന്റ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും കണ്ടന്റ് യൂസ് ചെയ്യുന്നത് കുറേ പേർക്കുള്ള ഒരു കൺഫ്യൂഷനാണ്. എന്തെങ്കിലും കണ്ടന്റ് യൂസ് ചെയ്യുന്നതുകൊണ്ടാണോ നമ്മൾ എക്സ്ട്രാ ഇതിലേക്ക് അല്ലെങ്കിൽ ടോപ്പ് റാങ്കിലേക്ക് മൂവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. എന്തെങ്കിലും കണ്ടന്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു? ഞാൻ എക്സ്ട്രാ കണ്ടന്റ് ആയിട്ട് ഞാൻ വേറെ ഒന്നും യൂസ് ചെയ്യില്ല. ഞാൻ DVMCയുടെ ഫേസ് ടു ഫേസിൽ ഇത് തന്നെ നോട്ട്സ് മാത്രമാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. അതന്നെ ഇനി എത്രത്തോളം കംപ്ലീറ്റ് ചെയ്യാണ്ട് ഇനി? അതിന് കുറേ ഉണ്ട്. ഇനി മെഡിസിനൊക്കെ ഞാൻ പോയി ശരി ചേരുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ ഒന്ന് മറിച്ച് നോക്കാന്നൊക്കെ ഞാൻ വിചാരിച്ചിരിക്കുന്നു. ഓക്കെ, അത് നമ്മുടെ കൂടെ ഒരു അസറ്റ് ആയിട്ട് കുറേ കാലത്ത് നമുക്ക് വേണ്ട കാര്യങ്ങളായിട്ട് അതിലുണ്ട് എന്നുള്ളതാണ് അല്ലേ. ഈവൻ ദോസ് പലർക്കും അത് ഇൻസഫിഷ്യൻ്റ് ഫീൽ ചെയ്യാൻ മേ ബി അത് നമ്മളെ പഠനം ആ ഒരു ലെവലിലേക്ക് എത്താത്തതുകൊണ്ട് തോന്നുന്ന ഒരു കാര്യമാണ്. നന്നായി പീക്ക് ചെയ്ത് എത്തിച്ചു കഴിഞ്ഞാൽ അതിൽ തന്നെ ഉണ്ട് കുറേ കാര്യങ്ങൾ ഇനിയും നമുക്ക് വായിക്കാനും പോയിന്റ് കൊണ്ടുവരാണ്. ഈ പറഞ്ഞിരിക്കുന്ന നോട്ട് ഇനിയും വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചുകൂടെ റാങ്ക് സ്കോർ ചെയ്യാൻ പറ്റും തോന്നില്ലായിരുന്നു? അങ്ങനെ ഇപ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞാൽ എനിക്ക് INI ഈ നവംബർ INI എഴുതിയപ്പോൾ എനിക്ക് തോന്നിയിരുന്നു ഇനി 2 റിവിഷൻ കൂടെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ല റാങ്ക് കിട്ടിയേനെ. കാരണം ഈ ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് എന്താണെന്ന് അറിയില്ല, ആൻസർ അറിയില്ല, അങ്ങനത്തെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ INI ഷീറ്റ് എഴുതിയപ്പോൾ എനിക്ക് തോന്നി എനിക്ക് റാങ്ക് എന്താണോ അതൊന്നും എനിക്ക് വലിയ പ്രതീക്ഷ ഒന്നും ഉണ്ടായില്ല. പക്ഷേ ഓക്കെ, ഞാൻ പഠിച്ചത് വെച്ച് എനിക്ക് എക്സാം നന്നായിട്ട് എഴുതാൻ പറ്റിയെന്ന് എനിക്ക് തോന്നി. പിന്നെ എക്സാം ടൈമിൽ നമ്മൾ കൂളായിട്ടിരിക്കുക എന്നുള്ള ഒരു വളരെ വലിയ കാര്യമാണ്. അത് നമ്മൾ കുറേയൊക്കെ GT എഴുതി കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. ചില ആൾക്കാർ ഇൻഹറൻ്റ് ആയിട്ട് എക്സാം വളരെ കൂളായിട്ട് പോയി എഴുതുന്ന ആൾക്കാരുണ്ട്. അല്ല, ഓണസ്റ്റ്ലി പറയുകയാണെങ്കിൽ ഞാൻ എക്സാമിൽ ഭയങ്കര കൂളായിട്ട് എഴുതുന്ന ആളാണ്. അപ്പോൾ അതിന് മുമ്പുള്ള പല സ്ട്രെസ്സുകളൊന്നും എന്നെ അധികം ബാധിക്കാറില്ല. എക്സാം ടൈമിൽ ഞാൻ വളരെ കൂൾ മൈൻഡായിട്ട് ഞാൻ പോയി എക്സാം എഴുതും. ടെൻഷൻ ഇല്ലാതെ ടെൻഷൻ ഒഴിവാക്കുക. പക്ഷെ കോമൺലി പറയുകയാണെങ്കിൽ നമ്പർ ഓഫ് GTs അതൊക്കെ കൂടി കഴിയുമ്പോൾ തന്നെ ആ പ്രശ്നങ്ങളൊക്കെ മാറി കിട്ടുന്നു. ഓക്കെ, അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന മിസ്റ്റേക്ക് പിന്നെ അത് വേണ്ടിയില്ലായിരുന്നു തോന്നിയ കാര്യം? അങ്ങനെ നോക്കുകയാണെങ്കിൽ ചില മിസ്റ്റേക്സ് ഒക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മുടെ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് ആദ്യം പഠിച്ച് റിവൈസ് ചെയ്ത് തുടങ്ങിയപ്പോൾ ഒരു സബ്ജക്റ്റ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് വായിക്കുക. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് എന്താ വെച്ചാൽ ഈ എൻട്രൻസ് പ്രിപ്പറേഷന് എസ്പെഷ്യലി നമ്മൾ ഇരിക്കുമ്പോൾ വേറെ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങാതിരിക്കും. ഇപ്പോൾ എൻ്റെ കേസിൽ തന്നെ ഞാൻ എസെൻഷ്യൽ ആയിട്ടുള്ള കുറച്ച് വീട്ടിലെ ഹെൽത്ത് ഇഷ്യൂസ് അങ്ങനെ അതല്ലാതെ ഞാൻ വേറെ ഒരു കാര്യത്തിന് ഞാൻ ഇൻവോൾവ് ആകുന്നിട്ടില്ല. എക്സാക്ട്ലി അങ്ങനെ മേ ബി ആ ഇൻവോൾവ് ചെയ്യുന്ന ടൈമല്ല പ്രശ്നം, ഇൻവോൾവ് ചെയ്യുമ്പോൾ നമ്മളെ മൈൻഡ് എത്രത്തോളം അതിലേക്ക് ഇൻവോൾവ് ആയി പോകും എന്നുള്ളതാണ് അല്ലേ. ഇപ്പോൾ ചുമ്മാ ഒരു എക്സാമ്പിൾ പറയാം, നമ്മൾ വളരെ ടയർഡായിട്ടിരിക്കുന്ന സമയമായിരിക്കും. അപ്പോൾ നമുക്ക് എന്നാൽ പോയി ഒരു സിനിമ കാണാമെന്ന് വിചാരിക്കും. നമ്മൾ അത് പോയി തിയേറ്ററിൽ പോയി സിനിമ കണ്ട് തിരിച്ച് വന്ന് അതിൻ്റെ ടയർഡ് മാറ്റി പിറ്റേ ദിവസം ഉച്ചയാവും നമ്മൾ അടുത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. അപ്പോഴും നമ്മുടെ മൈൻഡ് ഓക്കെ ആ സിനിമയിൽ എന്തായാലും ക്ലൈമാക്സിനൊക്കെ എന്ന് ആലോചിക്കും. പക്ഷെ ആ സമയത്ത് നമ്മൾ തീരെ ട്രെയിൻ ഔട്ട് ആയിരിക്കുന്ന സമയത്ത് ഓക്കെ ഫോണിൽ ഒരു സിനിമയുടെ ഒരു 20 മിനിറ്റ് അരമണിക്കൂർ കണ്ടു. അതിൽ നമുക്ക് അത്ര എഫക്റ്റ് നമുക്ക് വരാൻ പോകുന്നില്ല. അങ്ങനെ ഞാൻ ഫീൽ ചെയ്തിരിക്കുന്നത്. പറഞ്ഞ പോലെ തന്നെ ഞാൻ വേറെ എല്ലാ മൂവി തിയേറ്റേഴ്സ് ഫുള്ളായിട്ട് അവോയ്ഡ് ചെയ്തു. പിന്നെ സോഷ്യൽ മീഡിയാസ് എങ്ങനെയൊക്കെ ഹാൻഡിൽ? ഇൻസ്റ്റാഗ്രാമൊക്കെ ഞാൻ ഒക്ടോബറിൽ ഡിലീറ്റ് ചെയ്തു. അത് ഇപ്പോഴും എനിക്കത് ഇൻസ്റ്റാൾ ചെയ്യാൻ തോന്നുന്നില്ല. കാരണം ഞാൻ ഇടയ്ക്ക് വെച്ച് ചുമ്മാ ഒന്ന് തുറന്നു നോക്കിയപ്പോൾ നമ്മൾ ഇത് അൺഇൻസ്റ്റാൾ ചെയ്തപ്പോഴും ഇപ്പോഴുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല, ഒന്നും മാറിയിട്ടില്ല, എല്ലാം അതേപോലെ തന്നെ ഉണ്ട്. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇൻസ്റ്റാഗ്രാമിൽ വെച്ചിട്ട്. പിന്നെ യൂട്യൂബൊക്കെ നമ്മൾ ജസ്റ്റ് ഒരു ഡോപ്പമൈൻ റിലീസിന് വേണ്ടി കുറച്ച് സമയത്ത് യൂസ് ചെയ്യാറുണ്ടായിരുന്നു. ഓക്കെ, ഇനിയിപ്പോൾ 3 മാസം കൊണ്ടാണ് എക്സാം വരാൻ പോകുന്നത് അടുത്ത ഇതിലേക്ക്. ഇപ്പം നിങ്ങൾ ഗെയിൻ ചെയ്ത എക്സ്പീരിയൻസ് ബേസ് ചെയ്ത് ചിലപ്പോൾ നിങ്ങൾ തന്നെയാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് വിചാരിക്കുക. August 30 എക്സാം എന്തെല്ലാം കാര്യത്തിൽ ഇമ്പോർട്ടൻസ് കൊടുക്കും, എന്തൊക്കെ അവോയ്ഡ് ചെയ്യും? സോ ഒരു ഫൈനൽ ടിപ്പ് ഫോർ അവർ സ്റ്റുഡൻസ്. ഫൈനൽ ടിപ്പ് എന്ന് പറഞ്ഞാൽ വീക്ക്ലി GT, അത് കഴിഞ്ഞാൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് സ്റ്റഡി ചെയ്യുക, വേറൊരു കാര്യത്തിനും പോകാതിരിക്കുക. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇതിന് വലിയ പ്രത്യേകിച്ച് ഡെയിലി ഒരു വേണമെങ്കിൽ 200 to 300 ക്വസ്റ്റ്യൻസ് അത് സോൾവ് ചെയ്യുക, അതും സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ അങ്ങ് ഇമ്പ്രൂവ്ഡ് ആവും തന്നെയാണ് അല്ലേ? അതെ, നിയാസ്ക്ക് മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഒരു ആൾ 90 to 100 ക്വസ്റ്റ്യൻസ് കറക്റ്റ്ലി നമ്മൾ സ്റ്റക്ക് ആയിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് 2 to 3 വീക്സിൽ എന്തൊക്കെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും, അത് ഉണ്ടാവാതിരിക്കാൻ ചാൻസ് ഒന്നും ഇല്ല. അങ്ങനെയാണ് ഞാൻ ഫീൽ ചെയ്തിരിക്കുന്നത്. ഡെഫിനറ്റ്ലി. അപ്പം ഈ ഒരു റാങ്ക് ബേസ് ചെയ്ത് എന്ത് സ്പെഷ്യാലിറ്റി എടുക്കാനാണ് വിചാരിക്കുന്നത്? ഞാൻ ജനറൽ മെഡിസിനാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ,
അപ്പോൾ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അടിപൊളിയായി ജനറൽ മെഡിസിൻ കിട്ടട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. അതോടുകൂടി തന്നെ എന്താ സൂപ്പർ സ്പെഷ്യാലിറ്റി പ്ലാനുകൾ എന്തെയുണ്ടോ, അല്ലെങ്കിൽ മെഡിസിൻ ചെയ്ത് നോക്കുമ്പോഴാണോ? ഇല്ല, ഞാൻ MBBS വരുമ്പോഴും എനിക്ക് ഏത് സ്പെഷ്യാലിറ്റി ഒന്നും ഞാൻ ആലോചിച്ചിട്ടുണ്ടായില്ല. അതുപോലെ തന്നെയാണ് മെഡിസിനിലോട്ടും പോകുന്നത്. മെഡിസിൻ ഇറങ്ങുമ്പോൾ അവിടുന്ന് കാണുന്ന ഇഷ്ടത്തിനനുസരിച്ച് മൂവ്. അപ്പോൾ നല്ലൊരു സ്പെഷ്യാലിറ്റി കിട്ടട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. താങ്ക് യു.